ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ അല്ല ഒരു ശ്മശാനത്തിൽ പോകും. ഇതൊരു തോന്നൽ മാത്രമാണ് എന്നാണ് സാർ തോന്നൽ മാത്രമാണെന്നല്ല. ഇപ്പം നമ്മൾ ഇപ്പം മണിച്ചിത്രത്താഴ് പല്ല് കണ്ടിട്ടുള്ള അത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അത് നമ്മൾ പാരാസൈക്കോളജി കുറച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് മണിച്ചിത്രത്താഴിലും അത് തന്നെയല്ലേ കാണിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ബാലൻസ് അവിടെ റീഗെയിൻ ചെയ്യുക. ആ ബ്ലാക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നില്ല. പക്ഷെ സൈക്കിക് സർജറി ആളെപ്പോഴും അടുത്തുള്ളത് തന്നെയാണ് എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് അദ്ദേഹത്തെ എന്നെ നടുക്കൊണ്ട് നിർത്താൻ പറഞ്ഞു. രണ്ട് കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയ്ക്ക് കൊണ്ടങ്ങ് നിർത്തി. ഒരു കത്തി ഇങ്ങനെ എടുത്തിട്ട് ഐ വിൽ കിൽ യു എന്നാണ് അദ്ദേഹം പെട്ടെന്ന്. യു കാനോട്ട് കിൽ എ ഫ്രീ മാൻ. ഇവിടെ മോനെ അതൊരു സ്പാരോ ആണ്, അല്ലെ തത്തയാണ്, അല്ലെ പ്രാവാണ്, നീ എന്തിനെ നോക്കി നിൽക്കുന്ന വരാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ദ ബേർഡ് ഡൈസ് ഇൻ ഹിസ് മൈൻഡ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് സതീഷ് നായർ സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു കാര്യം അറിയാൻ ഭയങ്കര ക്യൂരിയസുമാണ് ഞാൻ. ഈ നെഗറ്റീവ് എനർജി നമ്മളുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എനർജിയിൽ സാറിന് വിശ്വാസം ഉണ്ടോ? അല്ലാതെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, വി എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്കത് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ബേസിക്കലി ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ, നെഗറ്റീവായിട്ടുള്ള ഇപ്പോൾ ബാധകൾ എന്ന് പറയുന്നത്, അല്ലെ പൊസഷൻസ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അല്ലെ ചില പ്രത്യേക വ്യക്തികളെ കാണുമ്പോൾ, അല്ലെ മരിച്ചവരിടത്ത് പോകുമ്പോൾ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യുന്നതാണ് ഈ പൊസഷൻസ് അല്ലെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. കാരണം എല്ലാ മനുഷ്യരിലും എത്ര ഉയർന്ന തലത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഈ നെഗറ്റീവ്സും പോസിറ്റീവ്സും, ഇപ്പോൾ നമ്മൾ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന പോലെ രണ്ടും നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ചിലത്, അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ അല്ല ഒരു ശ്മശാനത്തിൽ പോകുമ്പോൾ ഉണ്ടാവും. കാരണം ശ്മശാനത്തിൻ്റെ അതിലെ പോകുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു മരിച്ചു. പിന്നെ നമ്മൾ കേൾവികളുണ്ട്, പല കഥകളും ഉണ്ട്. അല്ലേ ഞാൻ രൂപത്തെ കണ്ടു, ഒരു ഒച്ച കേട്ടു, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള കണ്ടീഷനിങ്സും നമുക്കുണ്ട്, പ്രോഗ്രാമിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത, അല്ലെ എനിക്ക് പൊസഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ, ഇതൊക്കെ വരുന്നത്. അപ്പോൾ റേക്കിയിൽ എഫക്റ്റീവായിട്ട് ഈ തോന്നലിനെ മാറ്റാൻ പറ്റും. ഇതൊരു തോന്നൽ മാത്രമാണ് എന്നാണ് സാർ? തോന്നൽ മാത്രമാണെന്നല്ല. ഇപ്പം നമ്മൾ ഇപ്പം മണിച്ചിത്രത്താഴ് പല്ല് കണ്ടിട്ടുള്ള സിനിമയാണ്. അത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അത് നമ്മൾ പാരാസൈക്കോളജി കുറച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് പലതും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, അല്ലെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്, അത് റിയൽ ആണോ എന്ന് ചോദിച്ചാൽ റിയൽ അല്ല, അത് സർറിയൽ. അതായത് എ കൈൻഡ് ഓഫ് റിയാലിറ്റി. പാരാസൈക്കോളജിയിൽ അങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ ശരിക്കും കാണും. ഇപ്പോൾ കൃഷ്ണൻ അല്ലെ ജീസസ് അല്ലെങ്കിൽ അതുപോലുള്ള അവരെ നമ്മൾ കാണും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി, അബ്സല്യൂട്ട് റിയാലിറ്റി അല്ല. ഇൻറ്റ്യൂഷനോ? ഇൻറ്റ്യൂഷൻ അല്ല, അത് ഒരു അങ്ങനെയാണ് പലരെയും ബാധിക്കുന്നില്ലല്ലോ. പലരെയും ബാധിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഹയർ റേഞ്ച് ഓഫ് സ്പിരിച്വൽ ഡയമെൻഷനുള്ള പലർക്കും, ഇപ്പോൾ നമ്മൾ പല സന്യാസിമാർക്കും അല്ലെ മറ്റ് പല മേഖലയിലുള്ളവർക്കും ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ദ വേ വി പെർസീവ് ആൻഡ് വേ വി റിയാക്ട് മേക്സ് ഇറ്റ് റിയൽ. നമ്മൾ ആ ഒരു എനർജീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്കും ആ ഒരു ഫീല് വരുന്നാണ് സാർ പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ സിസ്റ്ററിന്റെ സ്റ്റോറി എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ പുറത്താണ്, വേറൊരു രാജ്യത്താണ്. അപ്പൊ അവരിങ്ങനെ കുട്ടികളെയൊക്കെ വിട്ടിട്ട് അവരിങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഇരിക്കുകയാണ് സോഫയില്. പക്ഷെ സൈഡില് ഒരു ആള് വന്നിരുന്നിട്ട് ശ്വാസം വലിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തത്ര. അതായത് നമുക്ക് തൊട്ടടുത്ത് നമ്മളുടെ ഒരാള്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരാള് വന്നിരുന്നിട്ട് ശ്വാസം വലിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തു. അവർ പേടിച്ചിട്ട് വേഗം എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഇതിന്റെ ഓണറിന്റെ അടുത്ത് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണ്, അപ്പോ ഇവിടെ വരുന്ന ആൾക്കാർ അധിക കാലം താമസിക്കലില്ല എന്ന് പറഞ്ഞിട്ട് അവര് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ പലർക്കും ഇങ്ങനെ ഫീൽ ചെയ്യലുണ്ട്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു ഫീലോ കാര്യങ്ങളോ വന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പേടി കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കല് കുറവാണ്.
അതുകൊണ്ടാണോ എനിക്കിത് കൂടുതൽ അറിയാനായിട്ട് മാത്രമാണ് താല്പര്യം കൂടുതൽ, അറിയണ്ട അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ ഒരു അനുഭവം വരണ്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റേക്കി കൊണ്ട് മാറ്റാൻ പറ്റും? പറ്റും. ആ ഒരു തെറ്റായ പെർസെപ്ഷൻ, അതുകൊണ്ടുണ്ടാവുന്ന റിയാക്ഷൻ, ഇതാണ് റേക്കി മാറ്റുന്നത്. അല്ലാതെ ദർ ഇസ് നത്തിങ്, ഒരു പ്രത്യേക സാധനത്തെ നമ്മളിങ്ങനെ പിടിച്ച് കളയുക അല്ലെങ്കിൽ. പക്ഷേ ഇപ്പം ചിലരുണ്ട്, ഇപ്പം തന്ത്രിമാര് അങ്ങനെയുള്ളവർ, അവരത് റിയലായിട്ടങ്ങ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റിന് അല്ലെ ക്ലയൻറ്റിന് തോന്നുകയാണ് എന്തോ പോയി, എന്തോ റിയലി ഹാപ്പൻഡ്. മണിച്ചിത്രത്താഴിലും അത് തന്നെയല്ലേ കാണിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ബാലൻസ് അവിടെ റീഗെയിൻ ചെയ്യുകയാണ്. അത് സംഭവിക്കും. അത് ചിലപ്പോൾ അത് വേണം. കാരണം ചിലർക്ക് അങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, ഇങ്ങനെ അതുണ്ട്, ഞാൻ ഇന്നത് കണ്ടു, അവന് അടുത്ത് നിന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെ തോന്നി. ഇപ്പം മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നുമല്ലോ. അണ്ടമാനം മദ്യപിച്ച ഒരാൾ വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ പലതും കാണും. അപ്പം അത്രേ ഉള്ളൂ. അതൊരു മനസ്സിൻ്റെ അല്ലെ നമ്മുടെ, അതായത് ശരിക്ക് വിവേകം പ്രവർത്തിക്കാത്ത സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു കൂട്ടുകാരനുമാണ്, ശത്രുവാണ്, എല്ലാം ആണ് അല്ലേ. അതല്ല മനസ്സ് ഗീതയിൽ പറയുള്ളൂ, മനസ്സ് നമ്മുടെ മിത്രവുമാണ് ശത്രുവുമാണ്. അപ്പം ഇവൻ നമ്മളെ ഇട്ട് കളിപ്പിക്കുന്നതാണ് ഇതൊക്കെ. അപ്പം അത് നമുക്ക് പലതരത്തിൽ നമുക്കതിനെ, ഇപ്പം സ്പിരിച്വലായിട്ടുള്ള ആത്മീയ സാധനകൾ, മെഡിറ്റേഷൻ. പക്ഷെ ചില മെഡിറ്റേഷൻസ് കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അത് ഏറ്റവും നല്ല ഇതായിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. റേക്കിയിൽ എഫക്റ്റീവായിട്ട് അതിനെ മാറ്റുകയും ചെയ്യാം. ആ ഒരു അതെങ്ങനെയാ അത് റേക്കിയിലൂടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ചിത്രയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പൊസഷൻ ഉണ്ടെന്ന് തന്നെ വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ, ക്ലയൻറ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഡാർക്കായിട്ടുള്ള അല്ലെ ഗ്രേ ആയിട്ടുള്ള നമ്മുടെ ഓറയുടെ വലിപ്പമുള്ള ഷെയ്പ്പുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. ഒരു പുക പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി. അത് ചെയ്തിട്ട് പിന്നെ റേക്കി മാസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒന്ന് കാണിച്ചു, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നത്, ഞാൻ കാണിച്ചു. എന്നിട്ട് പറയണം ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഒരു ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഫ്രണ്ടിലൊരു ഗ്രേ ആയിട്ടുള്ള ഒരു വസ്തു നമ്മുടെ ഓറയുടെ ഷേപ്പിൽ അവിടെ ഉണ്ടെന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഇപ്പൊ ആ നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇങ്ങനെ നേരത്തെ ഒരു ഓറ പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെ 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 ഫ്ലോട്ട് ചെയ്ത് പോകുന്നു. ഇതിൽ നമ്മൾ ആ നെഗറ്റീവ് ഫോഴ്സിനെ ആദ്യം നമ്മുടെ ഒരു വസ്തുവായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു ഒബ്ജക്റ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് ആൻ എനർജി. പക്ഷെ അത് നമുക്ക് പല കാര്യങ്ങളും വസ്തുവാകുമ്പോൾ അല്ലെ വസ്തുതകളാവുമ്പോഴാണ് നമുക്കതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, നേരിടാനും പറ്റുക. അപ്പം നമുക്കൊരു ജലദോഷമുണ്ട്. അപ്പം ജലദോഷത്തിന് ചില വസ്തുതകളുണ്ട്. നമ്മൾ മൂക്കിൽ കൂടെ ഇത് വരുന്നു, ചുമ വരുന്നു, അങ്ങനെയൊക്കെയുള്ളത്. അപ്പം അതിനെ നമുക്ക് നേരിടാം. അല്ല വെറുതെ എനിക്ക് എന്തൊക്കെയോ ഉണ്ടോ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഒരു ഫിസിക്കലായിട്ടുള്ള രൂപം കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു പ്രത്യേക സിമ്പൽ ഉപയോഗിച്ച് എനർജി കൊടുത്ത് അതിങ്ങനെ പോകണം. മോക്ഷത്തിലേക്കോ അല്ലെങ്കിൽ സ്കൈയിലേക്കോ പോകുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഇതൊരു 15 മിനിറ്റ് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ഇതായിട്ട് പോകും. പിന്നെ വളരെ ഹാർഡറായിട്ടുള്ള വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു പൊസഷനോ അല്ലെ നെഗറ്റീവോ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇത് ഓരോ ആളുകളുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കില്ലേ? കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാനായിട്ട് തയ്യാറായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നല് ഉണ്ടായത്. പക്ഷെ ഒരു പൊസഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അവര് ചിലപ്പോ അതിനു വേണ്ടി തയ്യാറല്ലായിരിക്കാം. അപ്പോ അതെങ്ങനെയാ വർക്ക് ആവുക? അത് ആക്ച്വലി തയ്യാറാവാത്ത ഒരു സിറ്റുവേഷൻ വരിക എന്ന് പറയുന്നത് അത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനോടോ സൈക്യാട്രിസ്റ്റിനോടോ റെഫർ ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസസ്, ഇപ്പോൾ വില്ലിങ് ആയിട്ടുള്ള കേസസ് അവർ തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു നല്ല പാർട്ട് നമ്മുടെ തന്നെ തിരിച്ചറിവും നമ്മുടെ അവയർനെസ്സുമാണ് ഇത്തരത്തിലുള്ള ബാധകളുടെ അതും ഇതുമൊക്കെ. ഇത് മറ്റത് അവർ
അതുമായിട്ട് അങ്ങ് ഐഡന്റിഫൈ ചെയ്ത് റിയാക്ട് ചെയ്യുക. അപ്പൊ പിന്നെ അത് മറ്റു തരത്തിലേക്ക് ഒരു ലെവലിലേക്ക്, ആ ലെവലിലേക്ക് പോവാത്തവർ ആ ലെവലിലേക്കല്ല സ്വയം മനസ്സിലാക്കുന്നു, എനിക്ക് ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് തിങ്കിങ്സ്, എനിക്ക് ബ്ലോക്സ് ഉണ്ട്, അല്ലെ തടസ്സങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഇതിൽ നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റും. ബ്ലോക്സ് അതും ഇതുപോലെ തന്നെ നെഗറ്റീവ് ബ്ലോക്സ്. ഈ ബ്ലോക്സ് ഉണ്ടാകും ചിലപ്പോൾ നെഗറ്റീവ് എനർജി ബ്ലോക്സ് ഉണ്ട്, കാർമിക് ബ്ലോക്സ് ഉണ്ട്. കാർമിക് ബ്ലോക്സ് മാറ്റാണ് സ്പിരിച്വൽ സാധനങ്ങൾ, ആത്മീയ സാധനങ്ങൾ. കാർമിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാനും നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവാനും ആത്മീയ ബോധം, ഈ ആത്മീയ ബോധം കൂടുന്നതനുസരിച്ച് നമ്മുടെ കാർമിക് ഫ്ലോ സ്മൂത്ത് ആവും, കാർമിക് ആയിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങും. ശരിക്കും പറഞ്ഞാൽ എനർജി ബ്ലോക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള യാത്രയിൽ ഈവൻ എനർജി ബ്ലോക്സും മാറിപ്പോവും. അതാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനൊക്കെ അതല്ലേ അപ്ലൈ ചെയ്തത്. കാരണം ആത്മീയമായിട്ട് അറിവ് കൂട്ടുക, വളരുക, അങ്ങനെ വരുമ്പോൾ എല്ലാം മെറ്റീരിയൽ റിച്ച്നെസ്സും അതിൻ്റെ കൂടെ തന്നെ വരും. അങ്ങനെയാണ് അദ്ദേഹം എനർജി ബ്ലോക്സും കാർമിക് ബ്ലോക്സും അദ്ദേഹം മാറ്റാൻ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ ഒരു മാർഗം അതാണ്. അപ്പൊ അത് ഇസ് വൺ ഓഫ് ദ വേസ്. അതാണ് അതിൻ്റെ ബ്ലോക്സ് നമുക്ക് ഇതുപോലെ തന്നെ മാറ്റാം. പിന്നെ ഈ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് റേക്കി പോകുമ്പോൾ സൈക്കിക് സർജറി ഉണ്ട്. അതായത് ആ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടിട്ട് അതിൽ നമ്മൾ സർജറി ചെയ്ത് മാറ്റണം. നോട്ട് ഇൻ വിത്ത് നൈഫ് ആൻഡ് ഫോർക്ക്, അതല്ല, നമ്മൾ എനർജി ലെവലിൽ അതിനെ നമ്മൾ സർജറി ചെയ്ത് അതിനെ മുറിച്ചു മാറ്റുക. അതായത് ഡിസ്റ്റന്റ് ആയിരുന്നിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തിരി സൈക്കിക് സർജറി ഒക്കെ എപ്പോഴും നേരിട്ടുള്ളതാണ്. ഡിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാം. ഇങ്ങനെ ഒരു ഇമേജ് കണ്ടിട്ട് നമുക്കതിനെ ബ്ലാക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ചെയ്യാം. പക്ഷെ സൈക്കിക് സർജറി ആളെപ്പോഴും അടുത്തുള്ളത് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ്. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നതില്ലേ നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. നമ്മളെല്ലാം അത് പുറത്ത് പറയണമെന്നില്ല, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കാം നമ്മൾ പുറത്തേക്ക് അത് പറയുന്നതൊക്കെ. ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നത് നമ്മളുടെ ആ ദിവസത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് കുറയ്ക്കാൻ വേണ്ടി റേക്കി എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും? റേക്കി ഡയറക്റ്റ്ലി അതിൽ ഇടപെടുന്ന ഒരു ശക്തിയാണ് റേക്കി. കാരണം നമ്മുടെ പ്രാണയുടെ ഫ്ലോ നമ്മുടെ പിംഗള സുഷുമ്ന നാഡികളിലൂടെ അത് ശുദ്ധീകരിക്കുന്നുണ്ട്. ആദ്യം അറ്റ്യൂൺമെന്റിൽ അതാ ചെയ്യുന്നത്, ശുദ്ധീകരിച്ച് ഈ ഫ്ലോ ബാലൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു നിശ്ചലാവസ്ഥ, അധികം തോട്ടില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് അധികം ഉണ്ടാവില്ല. പിന്നെ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ വാട്ട് ഐ സജസ്റ്റ് ഓർ വാട്ട് ഐ അഡ്വക്കേറ്റ് ഈസ് ബി അവെയർ. നെഗറ്റീവ് ചിന്തകൾ എല്ലാവർക്കും വരും. പലതരത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന് പോയിസണസ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, റൈറ്റ് തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്, എലവേറ്റഡ് തിങ്കിങ്. അപ്പം നമുക്ക് വേണ്ടത് പോസിറ്റീവ് തിങ്കിങ്ങും എലവേറ്റഡ് തിങ്കിങ്ങുമാണ്. ഇപ്പോൾ എലവേറ്റഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ഉപനിഷത്ത് വായിക്കുമ്പോൾ, ഗീതകൾ വായിക്കും, വേദങ്ങൾ വായിക്കുമ്പോൾ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ ഉയർന്ന ഒരു മഹാത്മാവിൻ്റെ പ്രഭാഷണം കേൾക്കുന്നു, യൂട്യൂബിലാണെങ്കിലും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം എപ്പോഴും ഉയർന്നിരിക്കും. അതാണ് എലവേറ്റഡ് മൈൻഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം, അതിനെ ഞാൻ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അതാണ് പോസിറ്റീവായിട്ടുള്ള. മാറ്റമൊന്നും ആവശ്യമില്ല. പിന്നെ റൈറ്റ് തിങ്കിങ്ങും വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു MG റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ നടുക്കൂടെ നടക്കുള്ളൂ നടന്നു കഴിഞ്ഞാൽ ഓരോ പറയും എന്ന് പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് തിങ്കിങ് ചില ഘട്ടങ്ങളിൽ ആവശ്യമാണ്. ഇവിടെ ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, അതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഞാനിപ്പോൾ ചെയ്യേണ്ടത്, അത് റൈറ്റ് തിങ്കിങ്. ഈ 3 തിങ്കിങ്ങിലേക്ക് റേക്കി നിങ്ങളെ ഉയർത്തും. ഈ നമ്മൾ അറിയാതെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന പ്രാണനിലാണ്. പ്രാണ ആൻഡ് മൈൻഡ് ആർ കണക്റ്റഡ്. പ്രാണന്റെ പ്രവാഹം തന്നെയാണ് മൈൻഡിനെ സൃഷ്ടിക്കുന്നത് തന്നെ. ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നത് നമ്മുടെ പീനിയൽ ഗ്രന്ഥികളുടെ ഒരു പ്രവർത്തനവുമായിട്ട് മൈൻഡിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഹോൾ സെൽസിലും മൈൻഡുണ്ട്. തിങ്കിങ് എല്ലാ സെൽസിലൂടെയും പ്രവഹിക്കുന്നതാണ്. അതുകൊണ്ടാണത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ തിങ്കിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതിന് ഒത്തിരി എവിഡൻസുകളുണ്ട്. ഒത്തിരി എവിഡൻസുകളും പ്രൂഫുള്ള കാര്യമാണ്. മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ് പല അസുഖങ്ങളെന്നുള്ളതും. സൈക്കോസൊമാറ്റിക് ഡിസീസ് മാറ്റണമെങ്കിൽ ഒരു പരിധി വരെ ഈവൻ 60% നമുക്ക് ഇത്തരത്തിലുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കെയർ, അറ്റൻഷൻ കൊടുത്താലേ ഇത് മാറൂ എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്.
നമ്മൾ ഈ അവെയർ ആയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളത് സാറ് പറഞ്ഞല്ലോ. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവെയർനെസ് അങ്ങനെ കിട്ടില്ല. കാരണം നമ്മളിപ്പോ നെഗറ്റീവ് തോട്ട്സിലാണെന്ന് നമ്മൾ അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. ആ സമയത്ത് എങ്ങനെ നമുക്ക് റേക്കി കൊണ്ട് ഒരു റിലീഫ് ഉണ്ടാക്കാൻ പറ്റും? അത് റേക്കിന്നല്ല, അത് എനിക്ക് തോന്നുന്നു അങ്ങനെ വെൻ യു ആർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. അതാണ് ഭഗവത്ഗീത ബെസ്റ്റ് എക്സാമ്പിൾ. കാരണം അർജുനൻ, യുദ്ധസന്നദ്ധനായ അർജുനൻ, യുദ്ധവീരനായ അർജുനൻ പെട്ടെന്ന് അദ്ദേഹത്തെ എന്നെ നടുക്കൊണ്ട് നിർത്താൻ പറഞ്ഞു. രണ്ട് കൗരവരുടെയും പാണ്ഡവരുടെയും ഇടയ്ക്ക് കൊണ്ടങ്ങ് നിർത്തി. കൃഷ്ണൻ സൈലൻ്റായി. പെട്ടെന്ന് അമ്പുവില്ലും താഴെയിട്ട്, യോ കേശവ, കൃഷ്ണ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ എൻ്റെ അമ്മാവനെയും സഹോദരനെയും കസിനെയും സിസ്റ്ററെയും എല്ലാവരെയും കൊല്ലുക. പെട്ടെന്നാണ് പുള്ളിക്ക് ആ ഒരു ചിന്ത വന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ദറ്റ് എനി ഹ്യൂമൻ ബീയിങ് വിൽ കൊളാപ്സ്. അവിടെയാണ് ആ വിഷാദ യോഗം എന്ന് പറയുന്നത്. വിഷാദം തന്നെയാണ്, ഡിപ്രഷൻ തന്നെയാണത്. അത് മറികടക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. ഇറ്റ്സ് ടഫ്, ഇറ്റ്സ് ചലഞ്ചിങ്, ഇറ്റ്സ് നോ ഈസി മാറ്റർ. പക്ഷെ അത് ചെയ്താൽ നമുക്ക് ആ സിറ്റുവേഷനെ ഒന്ന് മറികടക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ചിലരോട് ഞാൻ പറയാറുണ്ട്, ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചു, അയാളുടെ ഓഫീസിൽ ചില സിറ്റുവേഷൻസ്, കാരണം നെഗറ്റീവ് ഫോഴ്സസ് വന്ന് അയാളുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആകുക. ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. റേക്കി പഠിച്ച ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഈ ഹീലിംഗ് പൊസിഷൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്ഷൻ പല മാർഗങ്ങളുണ്ട്. സിമ്പിൾ ഉപയോഗിച്ചുള്ള പ്രൊട്ടക്ഷൻ, പിന്നെ ചില കമാൻഡ്സ്, ചില റിക്വസ്റ്റുകൾ ഉപയോഗിച്ചുള്ള പ്രൊട്ടക്ഷൻ. സിമ്പിൾ ഉപയോഗിച്ച് പല സിമ്പിൾസ് ഉണ്ട്. പല സിമ്പിൾസ് ഇപ്പോൾ തേർഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ശക്തിയുള്ള സിമ്പിൾസ് ഉണ്ട്. അത് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ചില മെക്കാനിസംസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്പർ ഓഫ് ദ മൊമെൻ്റ് ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും? ഇത് കോൺടംപ്ലേറ്റീവ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, അർജുനൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ 18 അധ്യായമുള്ള ഗീത ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഉപദേശിച്ചു ചോദിക്കും പലരും ഉണ്ട്. പക്ഷെ അതൊരു സിംബോളിക്കാണ്, ദാറ്റ്സ് ഹയസ്റ്റ് ഫോം ഓഫ് സിംബലിസം. ആ കാലത്ത് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരുടെ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ്, അല്ലെ നമുക്ക് അർജുന നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞില്ല കൃഷ്ണൻ. അപ്പോൾ അത് ആ സ്പർ ഓഫ് ദ മൊമെൻറ്റിൽ നമ്മുടെ തന്നെ ഹയർ കോൺഷ്യസ്നസ്, അതാണല്ലോ കൃഷ്ണൻ നമ്മുടെ തന്നെ ഹയർ കോൺഷ്യസ്നസ്, ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഇന്ന് ഒരു ലോവർ പ്ലെയിനിൽ നമ്മുടെ യുദ്ധസന്നദ്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് കൃഷ്ണനിലൂടെ വരുന്നത്. അത് നമുക്ക് ഇമ്മീഡിയറ്റ്. പിന്നെ ചിലത് ഇത്തരം സിറ്റുവേഷൻ വരുന്ന ചിലത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ടല്ലോ, ശ്രീരാമകൃഷ്ണ വചനാമൃതം, അതൊക്കെ എല്ലാ ദിവസവും രാവിലെ വായിച്ചിട്ട്, അല്ലെങ്കിൽ ഗീത വായിച്ചിട്ട്, അല്ലെങ്കിൽ പല ബുക്സ് ഉണ്ട് അങ്ങനെ, ഇപ്പോൾ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി, ഇതൊക്കെ വായിച്ചിട്ട് ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അറിയാതെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ രീതിയിൽ നമ്മളൊരു ദിനചര്യ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റും എന്നാണ് സാർ പറയുന്നത്. പറ്റും ആ സിറ്റുവേഷന് പെട്ടെന്ന്. കാരണം ആ സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ വി ആർ ബാക്ക് ടു നോർമൽ. അവിടെ സിറ്റുവേഷൻ ആണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മുടെ റിയാക്ഷൻ ആണോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അനലൈസ് ചെയ്യാൻ ഒരു നിമിഷം എടുത്താൽ ആ നിമിഷം നമുക്ക് കിട്ടണം. ആ നിമിഷം കിട്ടിയാൽ സോൾവ്. കാരണം എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം ചില ഈ മർഡേഴ്സ്, കൊലപാതകങ്ങൾ, ചില നമുക്ക് സ്പർ ഓഫ് ദ മൊമെന്റ് എന്ന് പറയും. പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടായി, റൈഫിൾ എടുത്ത് കൈത്തെടുത്തു. അത് കോടതികൾ പോലും അതിന് ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം വേറൊന്നുമില്ല ചെയ്തു പോയതാണെന്നുള്ളൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ, ആ സ്പർ ഓഫ് ദ മൊമെന്റിൽ റൈറ്റ് തിങ്കിങ്, പോസിറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ അതിനാണ് എലിവേറ്റഡ് തിങ്കിങ് എന്ന് പറയുന്നത്. അത് ഉട്ടോപ്യ അല്ല, അത് തെറ്റല്ല, അത് ഇതല്ല, അത് ആ സമയത്ത് നമുക്ക് അതാണ്. അപ്പോൾ പണ്ട് ജിതു കൃഷ്ണമൂർത്തി അടയാറിൽ അദ്ദേഹത്തിൻ്റെ മദ്രാസിലുള്ള അവിടെ അദ്ദേഹം ടോക്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ വിട്ടിട്ട് മദ്രാസിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ റാഡിക്കലായിട്ടുള്ള ടോക്സാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാത്തിനെയും നിഷേധിച്ച് ഓൾ റിലിജിയൻസ് ആർ അബ്സേർഡ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിയോസഫിക്കൽ സൊസൈറ്റി വിടുന്നത്.
ട്രൂത്ത് ഈസ് എ പാത്ത്ലെസ് ലാൻഡ്, അങ്ങനെ പലതും പറഞ്ഞ ആളാണ് ജിതു കൃഷ്ണമൂർത്തി. അപ്പോൾ മദ്രാസിൽ അദ്ദേഹം അടയാറിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും, പെട്ടെന്നൊരാൾ ഒരു കത്തി ഇങ്ങനെ എടുത്തിട്ട് ഐ വിൽ കിൽ യു എന്നാണ്. അദ്ദേഹം പെട്ടെന്ന് യു കാനോട്ട് കിൽ എ ഫ്രീ മാൻ, ഈ ഒരു സാധനം വരണം, ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അദ്ദേഹം ഈ വാസ് എ ഗ്രേറ്റ് റിയലൈസ്ഡ് എൻലൈറ്റൻഡ് പേഴ്സൺ. ആ ഒരു എന്താണ് എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ? ഗീവ് ലൈറ്റ് അപ്പോൺ സംതിങ്, അല്ലേ? നമ്മളിലെ ആ ഒരു ശക്തിയിലേക്ക് ഒരു ടോർച്ചടിക്കുന്ന പോലെ ഇറ്റ് ഗെറ്റ്സ് ലൈറ്റഡ്. ദാറ്റ്സ് എൻലൈറ്റൻമെന്റ്. ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അവസാനിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംബോളിക് ആയിട്ട് പറയുന്നതല്ലേ ലൈറ്റ് എന്നുള്ളത്. ഇത് അവയർനെസ് ആണോ അത് നോളജ് ആണോ? നോളജും അവയർനെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. നോളജ് യു നോ സെർട്ടൺ തിങ്സ്. അപ്പോൾ അതൊരു സ്പെക്സ് ആണ്, കണ്ണാടിയാണെന്നറിയാം, അതൊരു ബോട്ടിലാണെന്നറിയാം. ബോട്ടിലാണെന്നുള്ള അറിവാണ്. പക്ഷെ അതിനെ റിയലി ഫീലിംഗ്, അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത് അവയർനെസ് ആണ്. അതാണ്. അപ്പൊ ആ അവയർനെസ്സിൽ ഇപ്പോൾ ജിതു കൃഷ്ണമൂർത്തി തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നു, ഒരു പാടത്തൂടെ ഒരു അച്ഛനും മകനോട് നടക്കുമ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നു. ഈ കുട്ടി ഇങ്ങനെ പാടത്തൂടെ ആദ്യം നടക്കുകയായിരിക്കും. അപ്പോൾ ഈ പക്ഷിയെ നോക്കി ഇങ്ങനെ വണ്ടർ, ഈ സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അച്ഛൻ പറയുകയാണ്, അച്ഛൻ പ്രായമായ ആളാണല്ലോ, 45 വയസ്സ്, ഇവിടെ മോനെ അതൊരു സ്പാരോ ആണ്, അല്ലെ തത്തയാണ്, അല്ലെ പ്രാവാണ്, നീ എന്തിനീ നോക്കി നിൽക്കുന്ന, വരാൻ പറയും. ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ബേർഡ് ഡൈസ് ഇൻ ഹിസ് മൈൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നോക്കിയിരുന്ന അതിൻ്റെ ബ്യൂട്ടി, ആ ഫ്ലൈയിങ്ങിൻ്റെ ആ ഒരു ഫ്രീഡം, അതൊക്കെ അവൻ എൻജോയ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വെൻ വി ഗീവ് എ ഡയറക്ഷൻ, വെൻ വി ഗീവ് an instruction, is gone, the beauty is gone, the aesthetics gone. അതാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ റിലിജിയനും നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങും ഫാമിലിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് is the responsibility of ourselves. അതാണ് ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ് എന്ന് പല മാസ്റ്റേഴ്സും പറയുന്നു. നമ്മുടെ തന്നെ ചാർജ് എടുക്കണം. നമ്മൾ ശരിയാണ്, അങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് എല്ലാ മനുഷ്യരും. അപ്പം അതാണ് അർജുനന് പിന്നെ അർജുനൻ ഒരുപക്ഷെ കൃഷ്ണന് മുമ്പിൽ തലകുനിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ ഹയർ സെൽഫ് കംസ്. അപ്പം നമുക്ക് ആദ്യം നമ്മളോട് തന്നെ നമ്മൾ സറണ്ടർ ചെയ്യണം. അപ്പം അത് വരും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഓരോ നിമിഷങ്ങളെയും നമ്മൾ മറികടക്കേണ്ടത്. കാരണം ഇത് സംഭവിക്കുന്നത് സാധാരണ, നമ്മൾ എന്തെല്ലാം വലിയ ഫിലോസഫി പറഞ്ഞാലും ജീവിതം സംഭവിക്കുന്നത് സാധാരണ കാര്യങ്ങളിലൂടെയാണ്. വിശക്കുമ്പോൾ ചോറ് കഴിക്കുക, മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുക, ഉറങ്ങുക, സാധാരണ സംഭവങ്ങളാണ്. അപ്പോൾ ഈ സാധാരണ സംഭവങ്ങളിൽ എക്സൽ ചെയ്താൽ ലൈഫ് ഈസ് എ സക്സസ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റേക്കിയുടെ പൊട്ടൻഷ്യൽ അപാരമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിന് അനുസരിച്ചിരിക്കും. അതാണ്. അപ്പോൾ ഇതൊരു മാസ്റ്റർക്ക് ഈ ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും, ഒരു ക്ലയൻറ്റിന് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ഏത് ഡയമെൻഷനിൽ എന്തെല്ലാം തരത്തിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് സൈക്കോളജിക്കൽ ഗൈഡൻസ്, അപ്പോൾ ഒരു സ്പിരിച്വൽ അടിത്തറയുള്ള, ആത്മീയ അടിത്തറയുള്ള ഒരു റേക്കി മാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം നെയിമാണ്. അദ്ദേഹം വളരെ അങ്ങനെ മുസ്ലിം നെയിം പറയേണ്ട കാര്യമില്ല, ഹ്യൂമൻ ബീങ്സാണ്. അദ്ദേഹം ജെയ്സീസിൻ്റെയും കുറച്ചു കാലം ഗൾഫിലും ഒക്കെ പോയി ഒരു പ്രായമുള്ള ആളാണ്. ജെയ്സീസിൻ്റെയും അതുപോലെ അങ്ങനെ ജെയ്സീസിൻ്റെ ഒക്കെ ട്രെയിനിങ് വളരെ ഇതാണ്. ഒന്നാന്തരമായിട്ട് ക്ലാസ് എടുത്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് പുള്ളി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം പുള്ളി വരുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുതരും. ഇടയ്ക്ക് ഫോളോ അപ്പിന് കാണാൻ വരുമ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ. അത് നമ്മൾ ഈ പോക്കറ്റ് നിറയ്ക്കുന്നതിലും എത്രയോ അപ്പുറത്താണ് ഒരാളുടെ മനസ്സ് നിറയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷമാണ് റേക്കി എന്ന് പറയുന്നത്.